മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം പ്രതീക്ഷിച്ചായിരുന്നു? ഈ ലെവല് ഇല്ല, ഒരു യൂണിവേഴ്സ് എങ്ങനെയുണ്ട് ഈ ഒരു ബഡ്ജറ്റിൽ ഒരു മലയാള പടം? അൺബിലീവബിൾ. 30 കോടി എന്നുള്ളത് വിശ്വസിക്കാൻ പ്രയാസം. നമ്മൾ രണ്ടാമത്തെ ശരിക്കും എങ്ങനെയുണ്ട് മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം? കൊള്ളാന്നുള്ളതുകൊണ്ടാണ് രണ്ടാമത്തെ തവണ വന്നത്. എങ്ങനെയുണ്ട്? കിടലാണ്, അതുകൊണ്ടാണ് രണ്ടാമത്. എങ്ങനെയുണ്ട് മേക്കിംഗ്? മേക്കിംഗ് എല്ലാം നല്ല പീക്ക് ലെവലാണ്. ഇതിനെ വെല്ലുന്ന ഒരു മേക്കിംഗ് ഞാൻ കണ്ടിട്ടില്ല മലയാളം സിനിമയിൽ. അടിപൊളി പടം. എങ്ങനെയുണ്ട് മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം? കൊള്ളാം, ഒരു ഹോളിവുഡ് ലെവലാണ് തോന്നിയത് കണ്ടു കഴിഞ്ഞപ്പോൾ. നല്ല ക്യാമിയോസ് ഒക്കെ ആണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. നല്ല സിനിമാറ്റോഗ്രാഫിയാണ്, ആക്ഷനൊക്കെ ഉണ്ട്, കണ്ടിരിക്കാൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. കല്യാണി കൊള്ളാം, നല്ല അഭിനയമാണ്, അടിപൊളിയാണ്. സൂപ്പർ സിനിമ, അടിപൊളി. സൂപ്പർ അടിപൊളി. അടിപൊളി സിനിമ, അടിപൊളി. എന്താണ് ഇഷ്ടപ്പെട്ട പടത്തിൽ? എല്ലാവരുടെ ക്യാരക്ടറൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട്? കൊള്ളാം, അടിപൊളി സിനിമ. മേക്കിംഗ് അടിപൊളി, ഒരു രക്ഷയില്ല. കൊള്ളായിരുന്നു. മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം എങ്ങനെയുണ്ട്? മലയാളത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനത്തെ ഒരു അറ്റംപ്റ്റ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. ആൻഡ് ഒരു ഫസ്റ്റ് പാർട്ട് എന്ന നിലയ്ക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു ലീഡിൽ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മലയാള സിനിമ വേറൊരു തലത്തിലേക്ക് പോകാൻ തോന്നുന്നു. ഡെഫിനറ്റ്ലി. ഐ തിങ്ക് അതൊരു നല്ല എക്സ്പെരിമെൻ്റ് ആണ്, നന്നായിട്ട് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. മലയാളത്തിന് ഇനി കുറച്ചും കൂടെ ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ ഒരു അപ്പീൽ വരാൻ ഈ സിനിമ ഉണ്ടാവുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. നല്ല പ്രോപ്പർ സൗണ്ട് എഫക്റ്റും എല്ലാം നന്നായിട്ട്. സൂപ്പർ സിനിമ. എങ്ങനെയുണ്ട് മലയാളത്തിൽ ഇങ്ങനെ ഒരു ക്വാളിറ്റി, നല്ല ക്വാളിറ്റി അല്ല. നമ്മൾ മാർവൽ, നമ്മൾ ഈ സിനിമ ഈ ഇംഗ്ലീഷ് മൂവീസ് കാണുമ്പോഴത്തെ അങ്ങനത്തെ അത്ര നല്ല ക്വാളിറ്റി ആയിട്ട് എടുത്തിട്ടുണ്ട്. അടുത്ത സിനിമയ്ക്ക് വേണ്ടി നല്ല വെയിറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത് നല്ല നെസ്ലിനും പിന്നെ ബാക്കിയുള്ള ആൾക്കാരും അടിപൊളി. നല്ല ഫിലിം. എന്താണ് ഇഷ്ടപ്പെട്ട പടത്തിൽ? പടം മൊത്തത്തിൽ നല്ലതാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടം. കുട്ടികൾക്ക് ഫാമിലിക്ക് എല്ലാവർക്കും ഇഷ്ടം. ലോക സൂപ്പർ പടം. മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. നല്ല പടം. മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം? നല്ല പടം. അടിപൊളി. മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം ഇല്ല, ഞാൻ വാമ്പയർ സീരീസ് ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ആ ഒരു ലെവലിൽ മീൻസ് ഇമ്മോർട്ടലായിട്ടാണല്ലോ കാണിക്കുന്നത്. സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ആ നല്ലതാണ്, എനിക്ക് ഓവറോൾ ഇഷ്ടപ്പെട്ടു. അടിപൊളി. ഇല്ല, ഒരു മാർവൽ യൂണിവേഴ്സ് പോലെ ഉണ്ട്, അടിപൊളി. മലയാള സിനിമ വേറൊരു തലത്തിലേക്ക് പോകണം. വേറെ ലെവലിലോട്ടായി, അടിപൊളി പടം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫാമിലി സൂപ്പർ ആയിരുന്നു. സൂപ്പർ പടമാണ്, ഇന്റർനാഷണൽ ലെവലിലെ പടമാണ്. നൈസായിരുന്നു. മലയാളത്തിൽ ഇത് കണക്കത്തെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല സിനിമയാണ്. നോക്കുക എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടൊരു പടം. അതായത് മോളിവുഡ് കണ്ടതിൽ വെച്ച് തന്നെ മാസ്റ്റർ പീസ് എന്ന് പറയാം, ടെക്നിക്കൽ മാസ്റ്റർ പീസ് എന്ന് പറയാം. പിന്നെ അവർക്ക് അഭിനയമാണെങ്കിലും ബാക്കി കാര്യങ്ങളാണെങ്കിലും എഡിറ്റിംഗ്, മ്യൂസിക് എല്ലാം ബ്ലെൻഡായി വരുന്ന മൊത്തത്തിലുള്ളൊരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് ലോകെ കൺസിഡർ ചെയ്യാന്നുള്ളതാണ്. എങ്ങനെയുണ്ട് മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം? മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു പടം 31 കോടി ബഡ്ജറ്റിൽ ഇങ്ങനത്തെ ഒരു സാധനം വരണമെന്ന് പറഞ്ഞാൽ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഇതിൻ്റെ പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. കാരണം ഇനി എവിടെ നിന്ന് വേണോ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ട് എങ്ങനെ ഇനി ഇതിൻ്റെ ഫ്യൂച്ചർ കൊണ്ടുപോകുന്നുള്ളതാണ്. ആ ഒരു യൂണിവേഴ്സ് ബിൽഡ് ചെയ്തേക്കുന്ന രീതി പെർഫെക്റ്റ്. സത്യം പറഞ്ഞാൽ അവന്മാരൊക്കെ ഇത് കണ്ടു പഠിക്കണം. അവർ 3 പ്രാവശ്യം തിയേറ്ററിൽ ഈ സാധനം കണ്ടു പഠിക്കണം. എങ്ങനെ ഒരു ബഡ്ജറ്റ് യൂട്ടിലൈസ് ചെയ്ത് എങ്ങനെ ഒരു മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആൾക്കാർ കൊടുക്കാം എന്നുള്ള കാര്യത്തിൽ മാസ്റ്റർ ക്ലാസ്സാണ് ലോക എന്ന് പറഞ്ഞ പടം. വേറൊരു തലത്തിലേക്ക് ഓൾറെഡി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു തലത്തിലേക്ക് പോകുന്നത്. പക്ഷേ ഈ ഒരു സാധനം ഇതിൻ്റെ ഒരു പോസിബിലിറ്റീസിനെ വേറൊരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിച്ചേക്കുകയാണ്. ഈ ലോക എന്ന് പറഞ്ഞ ഒരു സിനിമാറ്റിക് മാസ്റ്റർ പീസ് എന്ന സാധനം വേറൊരു ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കാരണം ഈ മിനിമം ബഡ്ജറ്റിൽ ഇത്രയും മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അപ്ലോഡബിൾ. താഴേന്ന് പറയുമ്പോൾ നമുക്കത് ക്വാളിറ്റി വൈസ് താഴേന്ന് ആരും ഒരിക്കലും പറയാൻ പറ്റില്ല. കളക്ഷൻ വൈസ് മേ ബി ആയിരിക്കാം നമ്മുടെ ഒരു മാർക്കറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിരിക്കാം. പക്ഷേ ഇങ്ങനത്തെ ഒരു പടങ്ങൾ ഇനി വരും തോറും ഇനി പല ലാംഗ്വേജിലോസ് ഈ ലാംഗ്വേജിൽ ഇപ്പം ബാംഗ്ലൂരിലെ ഹൗസ്ഫുള്ളാണ്, ഡൽഹിയിൽ ഹൗസ്ഫുള്ളാണ്. അവിടുത്തെ ആൾക്കാർ കണ്ടിട്ട് ഈ പടത്തിനെ പറ്റി അഭിപ്രായം പറയുന്നുണ്ട്. അങ്ങനെ ഇതൊരു എക്സ്പാൻഡ് ആവും. ഈ ഒരു ഇൻഡസ്ട്രി ഒരു 3-4 ഇയേഴ്സിന് അടിപൊളി ഗ്രോത്ത് ഉണ്ടാക്കാൻ മാർക്കറ്റ് വൈസ് ആയാലും കണ്ടന്റ് വൈസ് ആയാലും ക്വാളിറ്റി വൈസ് ആയാലും 3 രീതിയിലും മലയാളം ഫിലിം ഇൻഡസ്ട്രി ടോപ്പിലെത്താനുള്ള സാധ്യത അത്യന്തമാണ്. നല്ല മൂവിയാണ്. ഇറ്റ്സ് ലൈക്ക് ഐതിഹ്യമാല സ്റ്റോറിയും പിന്നെ നമ്മുടെ വാമ്പയർ ഡയറീസിൻ്റെയൊക്കെ ഒരു ഫ്യൂഷൻ. പിന്നെ റൈറ്റിംഗ് കൊള്ളാം, നിമിഷ് രവി, സിനിമാറ്റോഗ്രഫി ശരിക്കും മലയാള സിനിമ വേറൊരു തലത്തിലേക്ക് പോകണം. ആക്ച്വലി ഇതൊരു ഹോളിവുഡ് ലെവൽ മേക്കിങ്ങിൽ അവർ വന്നിട്ടുണ്ട്. സ്പെഷ്യൽ മെയിൻ ക്രെഡിറ്റ് ടു സിനിമാറ്റോഗ്രഫർ.
കല്യാണിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയാം. തലത്തിലേക്കാണോ? അതെ അതെ ഉറപ്പായിട്ടും കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് സിനിമ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എല്ലാവരും മസ്റ്റ് തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ മാക്സിമം ട്രൈ ചെയ്യാം. തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അടിപൊളിയായിട്ടുണ്ട്, ഒന്നും പറയില്ല, അടിപൊളി പടം. റീസെൻ്റ്ലി ഇറങ്ങിയ ബെസ്റ്റ് എന്ന് പറയാം. പെർഫോമൻസ് ഒക്കെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. കുറേ ക്യാമിയോസ് ഉണ്ട്, അതാരും മിസ് ചെയ്യാൻ പാടില്ല. ഏറ്റവും പറ്റുന്ന പോലെ തിയേറ്ററിൽ വന്ന് കാണാൻ ശ്രമിക്കുക. നല്ല മൂവിയായിരുന്നു. എന്താണ് ഇഷ്ടപ്പെട്ട പടത്തിൽ? കാസ്റ്റിംഗ് ഡയറക്ഷൻ എല്ലാം അടിപൊളിയായിരുന്നു. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? മസ്റ്റ് വാച്ച്. കല്യാണി എങ്ങനെയുണ്ട്? അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു? കല്യാണി സൂപ്പറായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിലൊരു നന്നായിരുന്നു. നല്ല സിനിമ. കുറേ ആക്ടേഴ്സ് ഉണ്ട്, എല്ലാവരും ഒരു നല്ല സൂപ്പർ ഹീറോ മൂവി പോലെ തോന്നി. ഫേമസ് സൂപ്പർ ഹീറോ മൂവിയല്ലേ, ഇപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് അടിപൊളി മൂവിയാണ്. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. മലയാള സിനിമ വേറെ തലത്തിലേക്ക് പോവാണ്. അതെ അതെ, ഉറപ്പായിട്ടും പോവാണ്. എല്ലാവരും കാണണം. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, കാണണം. എങ്ങനെയുണ്ട് ശരിക്കും പറഞ്ഞതിൻ്റെ മേക്കിംഗ് ആണെങ്കിലും? അടിപൊളി. ഹോളിവുഡിലെ നല്ല വിഷ്വൽസ്, നല്ല സിനിമാറ്റോഗ്രാഫി, കാണാൻ നല്ല രസമാണ്. എല്ലാം കാണണം. ക്യാമിയോസ് എങ്ങനെയുണ്ട്? ക്യാമറസ് അടിപൊളിയായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ വന്നു പോലെ നല്ല രസമായിരുന്നു.